ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മത്യു, കോർപ്പറേറ്റ് ലോയർ. ഇതൊരു അവയർനെസ് വീഡിയോ. നമ്മളിന്ന് പല ആളുകളെ ഹൈക്കോടതിയിൽ മുന്നിൽ കാണാറുണ്ട്, ജില്ലാ കോടതി കാണാറുണ്ട്, സിവിൽ കോടതിയിൽ കാണാറുണ്ട്. എന്താണ് കേസ്? കെട്ടിടം പണിതാണ് കേസ്. എന്ത് കെട്ടിടം പണിത്? വീട് വെച്ചത് കേസ്. വീട് വെച്ചത്, കെട്ടിടം പണിത്, ഇങ്ങനെയുള്ള കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിത്. ഇതെങ്ങനെ കോടതിയിൽ എത്തുന്നത് ഈ സംഭവം? എന്നിട്ട് വർഷങ്ങളോളം ഈ വ്യവഹാരം നീണ്ടു പോകുന്നതിനുള്ള കാരണം എന്താണ്? ഒരിടത്തും എത്താതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണം കൊണ്ടാണ്. 2 കോടി 3 കോടിക്ക് വീട് വയ്ക്കുന്ന ആളും, ഒന്നും വേണ്ട 1 കോടി രൂപയ്ക്ക് വീട് വയ്ക്കുന്ന ആളും പോലും 500 രൂപ കൊടുത്ത് എങ്ങനെ അക്ഷയിൽ നിന്ന് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടാക്കാം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് റൈറ്റേഴ്സിനെ കൊണ്ട് എഴുതിച്ചുണ്ടാക്കാം. എന്നൊരു വക്കീലിനെ കണ്ട് 10,000, 3,000, 5,000 രൂപയൊക്കെ കൊടുത്ത് ഘട്ടമായിട്ട് അത് കൃത്യമായിട്ട് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നിയമപരമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അനുകൂലമായിട്ട് ഇന്ത്യൻ ബിൽഡിംഗ് റൂൾസ് അനുകൂലമായിട്ട് എഴുതുകയാണെങ്കിൽ, കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ ഈ കേസുകൾ ഇമ്മാതിരി അവസ്ഥയിലേക്ക് പോകില്ല. ഇവർ പുതിയൊരു ടെൻഡൻസി ഉള്ളത്, പ്രത്യേകിച്ചുള്ള കോടതി വിധികളൊന്നും നമ്മൾ യൂട്യൂബ് കയറി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തു. എവിടെ പ്രശ്നം? ഈ സിവിൽ കേസിലൊക്കെ പോകുന്ന, അല്ലെ ഈ ഇങ്ങനത്തെ ബിൽഡിംഗ് കേസിൽ പോകുന്ന വക്കീലന്മാർക്കാണ് ഇത് സംബന്ധിച്ച് വിധികൾ അറിയാവുന്നത്. നിങ്ങൾ നിയമപരമായ കാര്യം ചെയ്യുമ്പോൾ സ്വയം വക്കീലാകാതെ, സ്വയം നമ്മൾ ഏറ്റവും പൈസ കുറഞ്ഞവിടെ എന്ത് ചെയ്ത് കിട്ടും എന്ന് മനസ്സിലാക്കാതെ, കൃത്യമായ പ്രൊഫഷണലായിട്ടുള്ള ഒരു വക്കീലിനെ, ഒരു നിയമസ്ഥാപനത്തെ, ഒരു ലീഗൽ ഫേമിനെ സമീപിച്ചാൽ ഇന്നുള്ള വ്യവഹാരത്തിൻ്റെ ഒരു 60%, 70% കുറഞ്ഞു കിട്ടും. ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, കോടതിയിലേക്ക് ഒരു കേസുമായിട്ട് പോയാൽ സിവിൽ കോടതി അത് വർഷങ്ങൾ നീളുന്ന ഒരു പരിപാടിയാണ്. ഓടിക്കുന്നവർ ഒരുപോലെ കിടക്കുന്ന ഒരു പരിപാടിയാണ്. വക്കീൽ ഫീസ് വൈകാരിക്കുമോ? അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ തുടക്കത്തിൽ ആദ്യ ഘട്ടത്തിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാവരെക്കാർക്ക് പറ്റുന്ന കുഴപ്പമാണ്. അവർ വരുന്ന വഴി ലോക്കൽ കോൺട്രാക്ടർമാർ ആരെങ്കിലുമൊക്കെ വരും, അവരുമായിട്ട് സ്നേഹവും അടുപ്പവും, പിന്നെ അവർ പറയുന്ന എല്ലാം കേൾക്കും, അവർ പറയുന്ന സ്ഥലത്ത് എഗ്രിമെൻ്റ് എഴുതിപ്പിക്കും. അങ്ങനെയാണ് ഈ അപകടത്തിൽ ചെന്നയാടുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇതിന് നിയമവശങ്ങൾ അറിയാവുന്ന, ലീഗലായിട്ട് പ്രൊട്ടക്റ്റഡ് ആകാൻ സാധ്യമാകുന്ന ഒരു കോൺട്രാക്റ്റാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു കോൺട്രാക്ട് നിങ്ങളുടെ കൈവശമുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും, കൃത്യമായ കാര്യങ്ങൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും, അതിലുപയോഗിക്കുന്ന ലേബർ ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും കൃത്യതയും വ്യക്തതയുമുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മൾ എഴുതി അത് കൊണ്ടുപോവുകയും അത് നടപ്പാക്കുകയും ചെയ്താൽ ഇന്നുള്ള കേസുകളുടെ ഒരു 60% നമുക്ക് എന്തായാലും വീട് അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും വഴക്കുമ്പോഴും ഒച്ചപ്പാടും. അത് ആകുന്നതിൻ്റെ കാരണം ഇതാണ്. പ്രോപ്പറായിട്ട് വ്യക്തമായിട്ടൊരു കോൺട്രാക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഇല്ല. ഇതാണ് ഇതിൻ്റെ കാരണം മുഴുവൻ. കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, കൃത്യമായ ഓരോ സ്റ്റേജും ഡിഫൈൻ ചെയ്യുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, ഇന്ത്യൻ നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കോടതി വിധികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ, തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കും. നിങ്ങൾ കോടതി വരാന്തകളിൽ വർഷങ്ങളോളം വട്ടം ചെല്ലേണ്ട ആവശ്യമില്ല. ഇതിലൊരു അവയർനെസ് വേണ്ടിയിട്ട് നിങ്ങൾ കാണുക. ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങളുടെ ചുറ്റുമുള്ള വക്കീലന്മാരെ സമീപിക്കുക. പ്രത്യേകിച്ച് സിവിൽ കേസുകളും മറ്റു കാര്യങ്ങൾ വെച്ച വക്കീലന്മാർ, അല്ലെ കോർപ്പറേറ്റ് വക്കീലന്മാർ. സാധാരണ നമ്മുടെ എല്ലാ വക്കീലന്മാർക്കും ഈ കാര്യത്തെ പറ്റി നല്ല ബോധ്യമുണ്ട്. അവർ കൃത്യമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ പുതിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിൽഡിംഗ് റൂൾസിൻ്റെ എല്ലാ കണക്ക് കൂട്ടി കൃത്യമായ തോതിൽ ഡ്രാഫ്റ്റ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് മാറി നമ്മൾ ചെയ്യുമ്പോഴാണ് ഈ വടിയും വഴക്കും ബഹളവും ഒച്ചപ്പാടും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ വരുന്നത്. ഞാൻ ഇത്ര രൂപ കൊടുത്തു, അത് സ്നേഹത്തിന് കൊടുത്തു, ഞാൻ വിചാരിച്ചത് അയാളത് ചെയ്യുമെന്ന് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോപ്പർ എഗ്രിമെൻ്റ് വെച്ച് ഓരോ ഘട്ടം കഴിയുമ്പോഴും കൃത്യമായിട്ട് പൈസ മുന്നോട്ട് പോകാം. അതല്ലേ നല്ലത്, അതല്ലേ ഏറ്റവും നല്ലത്. അതേപോലെ ഒരു കോൺട്രാക്ടർ വന്നിട്ട് കുറച്ച് ലേബർ സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്ടർ നോക്കി ആ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് കോൺട്രാക്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ അതും പിന്നീട് അതിൻ്റെ പേരിലാവും തർക്കങ്ങളും പ്രശ്നങ്ങളും, അവർക്കുണ്ടാകുന്ന അപകടങ്ങൾ, അവരുടെ ഇൻഷുറൻസ്, 100 കൂട്ടം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കോൺട്രാക്റ്റാണ്, ഒരു എഗ്രിമെൻ്റാണ് നമുക്ക് ആവശ്യം. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.